നമുക്കിത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു പാസ്ത റെസിപ്പി നമുക്കുണ്ടാക്കി നോക്കാമേ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് മാക്രോണിയാണോ പാസ്ത എന്താണ് നമ്മുടെ കയ്യിലുള്ള അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സ്വല്പം ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഞാനിവിടെ ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതും അതോടൊപ്പം തന്നെ കോൺഫ്ലവറും ഇത്തിരി ചില്ലി ഫ്ലാക്സും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമെല്ലാം പോകുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ. അത് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് പാലൊഴിച്ച് അത് കെട്ടാതെ ആദ്യം ഒന്ന് നമുക്ക് ആ കട്ടയില്ലാതെ നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കാമേ. അതിനുശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ട് ഇവിടെ കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി പാലും കൂടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ വേണം നമുക്കിതാക്കിയെടുക്കാൻ. അതിനുശേഷം ഞാനിവിടെ ചിക്കൻ വേവിച്ച് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തിള വരുന്ന ആ സമയമുള്ളത് ചെറുതായിട്ടാണ്, ഒത്തിരി വലിയ കഷ്ണങ്ങളല്ല, ചെറുതായിട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്ത് ഒക്കെ ഇടാം നമുക്ക്. ഞാനത് ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതും ഇട്ട് നന്നായി തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറുകിയിട്ടുണ്ട്. ഈ സമയമാണ് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം വേണം നമുക്ക് ചീസ്, ഞാനിവിടെ ബട്ടർ ആദ്യം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ട നന്നായിട്ട് തിളച്ച് നല്ല ക്രീമി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത അല്ലെങ്കിൽ മക്രോണി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിത് കുക്ക് ചെയ്തിരിക്കുന്നത് നമ്മളിത് സ്ട്രെയിൻ ചെയ്ത് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഒന്നും ചെയ്യില്ല. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ക്രീമെല്ലാം ഒന്ന് നല്ല ഇതിലേക്ക് പിടിക്കുന്നിടം വരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റോളം നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ആ ക്രീമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുവേ. നല്ല പിടിച്ചിരിക്കുമ്പോഴാണല്ലോ അത് കുട്ടികൾക്കൊക്കെ വളരെയധികം അത് ഇഷ്ടമാകും. നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ലാസ്റ്റ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാമേ. ഇത് നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ.